കഴിഞ്ഞ 40 വർഷത്തോളമായി UDF ഭരണസമിതി ഇവിടെ ഭരിക്കുന്നത് തികച്ചും സ്വജനപക്ഷപാതമായും മണ്ണ് മാഫിയയ്ക്കും മയക്കുമരുന്ന് മാഫിയയ്ക്കും അതോടൊപ്പം പാറമട ലോബികൾക്കും വേണ്ടി മാത്രമാണ്. ഇത്തരത്തിലുള്ള അഴിമതികൾ നടത്തി വളരെയധികം പൈസ സമ്പാദിക്കുകയും അതുപോലെ തന്നെ അവരുടെ കൂട്ടത്തിലുള്ളവർക്ക് സുഖലോലുപരായി ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്തവണ BJP തലപ്പലം പഞ്ചായത്തിന്റെ അധികാരത്തിലെത്തിയാൽ ദീർഘവീക്ഷണമുള്ള വളരെയധികം പദ്ധതികളാണ് നിങ്ങളുടെ മുമ്പിലോട്ട് വെക്കുന്നത്. സ്ത്രീജനങ്ങൾക്കും വീട്ടമ്മമാർക്കും യുവതി യുവാക്കൾക്കുമായിട്ട് കുടിൽ വ്യവസായങ്ങളും പ്രത്യേക ചെറുകിട സംരംഭങ്ങളും തുടങ്ങുവാനും എല്ലാ വീടുകളിലും ഒരു സംരംഭകയെങ്കിലും ഉണ്ട് എന്ന ലക്ഷ്യം നിറവേറ്റി ആ സംരംഭകൻ ഉൽപ്പാദിപ്പിക്കുന്ന മുഴുവൻ ഉൽപ്പന്നങ്ങളും പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിറ്റഴിക്കുവാനും അതിന് മാർക്കറ്റ് കണ്ടെത്താനുള്ള നടപടികൾ ഉറപ്പായും ഞങ്ങൾ സ്വീകരിക്കും. അതോടൊപ്പം വിവിധ കേന്ദ്ര പദ്ധതികൾ നമ്മുടെ തലപ്പലം പഞ്ചായത്തില് 1-2 കേന്ദ്ര പദ്ധതികൾ മാത്രമാണ് ജനങ്ങളിലോട്ട് ഏകദേശം ഒരു 10-15% എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ പറയുന്ന കിസാൻ സമ്മാൻ നിധി ഉൾപ്പെടെയുള്ള ഒരു പദ്ധതികളും നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ഇന്നും കിട്ടാക്കനിയാണ്. ഈ പറയുന്ന എല്ലാ വീടുകളിലും ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ വീടുകളിലും കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന ജനോപകാരപ്രദമായ എല്ലാ പദ്ധതികളും 100% വീടുകളിലും എത്തിച്ചു നൽകുമെന്ന് ഞങ്ങൾ ഉറപ്പു തരുന്നു. അതോടൊപ്പം നമ്മളെ കുട്ടികൾക്ക്, പുതിയ തലമുറയായിട്ട് വരുന്ന കുട്ടികൾക്ക് AI സാങ്കേതിക വിദ്യ ഉൾപ്പെടെയുള്ള നൂതന കോഴ്സുകൾ, അതായത് നമ്മുടെ നാട്ടിലുള്ള കുട്ടികളെല്ലാം ഈ പറയുന്ന കോഴ്സുകൾ പഠിക്കാനായിട്ട് നമ്മുടെ ജില്ല വിട്ടോ അല്ലെങ്കിൽ സംസ്ഥാനം വിട്ടോ പോകേണ്ട ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത്. അപ്പൊ തൊഴിലധിഷ്ഠിതമായ ഒരു വിദ്യാഭ്യാസം, അതിനു വേണ്ട സൗകര്യങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ ചെയ്തു കൊടുക്കുകയും അതോടൊപ്പം വളരെ പ്രകൃതി രമണീയമായ നമ്മുടെ ഈ നാട്ടില് ടൂറിസം പദ്ധതി, വിവിധ സ്ഥലങ്ങളിൽ നമുക്ക് ടൂറിസം പദ്ധതി ആരംഭിക്കുവാൻ പറ്റിയ ഇടങ്ങൾ 4 മണിക്കാറ്റ് പോലെയുള്ള വിവിധ സ്ഥലങ്ങളിൽ വിവിധ ഇടങ്ങളിൽ സ്ഥാപിക്കുവാനും ആൾക്കാർക്ക് അവരുടെ ശാരീരികവും മാനസികവുമായ ഉന്മേഷത്തിന് അവസരം നൽകുവാനുള്ള വിവിധ പദ്ധതികൾ ടൂറിസം മേഖലയിൽ ഉറപ്പായിട്ടും കാഴ്ചവെക്കുമെന്നും അതോടൊപ്പം നമ്മുടെ അയൽ പഞ്ചായത്തുകളിലുള്ള നമ്മുടെ ഇലവിഴ, പൂഞ്ചിറ, ഇല്ലിക്കല്ല് എന്നിവിടങ്ങളിലോട്ട് എത്തുന്ന വിനോദസഞ്ചാരികൾ, അതുപോലെ വാഗമണ്ണിലേക്കും എത്തുന്ന വിനോദസഞ്ചാരികളുടെ പ്രധാന ഡെസ്റ്റിനേഷൻ പോയിന്റ്, ഒരു സ്റ്റോപ്പ് പോയിന്റ് ആയിട്ട് ഈ തലപ്പലം പഞ്ചായത്തിനെ മാറ്റുമെന്നും അതോടൊപ്പം തന്നെ BJP ഈ പഞ്ചായത്തിൽ അധികാരത്തിൽ വന്നു കഴിയുമ്പോഴാൽ നമ്മുടെ പഞ്ചായത്തുമായിട്ട് പ്രവർത്തിക്കുന്ന മുഴുവൻ സംവിധാനങ്ങളും സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷൻ ആകുമെന്നും അതോടൊപ്പം തന്നെ നമ്മുടെ ഓരോ കുടുംബങ്ങൾക്കും, നമ്മുടെ സാധാരണക്കാരായ ഓരോ കുടുംബങ്ങൾക്കും നമുക്ക് എന്നും ഒരു കീറാമുട്ടിയായിട്ടിരിക്കുന്നതാണ്. നമുക്കൊരു രോഗം വന്നാലോ ഒരു ആക്സിഡന്റ് വന്നാലോ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ മൂലം നമ്മൾക്ക് ഇൻഷുറൻസ് സംവിധാനം ഇല്ലാത്തത് മൂലം, നമുക്ക് സാമ്പത്തികം ഇല്ലാത്തത് മൂലം, ഇൻഷുറൻസ് ഇല്ലാത്തത് മൂലം നമുക്ക് പൈസ കണ്ടെത്താൻ സാധിക്കാതെ വരുന്ന അവസ്ഥ. ഒരു രോഗം വന്നാലോ അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് സംഭവിച്ചാലോ അങ്ങനെ എന്ത് സംഭവിച്ചാലും അത് ഏതൊക്കെ മേഖലകളിലാണോ അതിനൊക്കെ മേഖലകളിൽ എല്ലാ കുടുംബങ്ങളിലെ എല്ലാ വ്യക്തികളും ഇൻഷുറൻസ് ചെയ്യുന്ന രീതിയിലോട്ട് തലപ്പലം പഞ്ചായത്തിലെ മുഴുവൻ ആൾക്കാരെയും ഇൻഷുറൻസ് പരീക്ഷയുടെ കീഴിൽ കൊണ്ടുവരാനുള്ള നടപടികളും പൂർണ്ണമായിട്ടും BJP ഭരണസമിതി ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യ രംഗത്താണെങ്കിൽ നമ്മുടെ തലപ്പലം പഞ്ചായത്തിന്റെ ഏറ്റവും അങ്ങേ പോലെ ഒരു വാഹന ഗതാഗതം പോലും ഇല്ലാത്തടത്താണ് നമ്മുടെ PHC സ്ഥിതി ചെയ്യുന്നത്. ആ PHCയിലാണെങ്കിൽ ഒരു ഡോക്ടറുടെ സേവനം ഒഴിച്ച് ബാക്കിയൊന്നും നമുക്ക് ലഭിക്കുന്നില്ല. അവിടെ ഒരു പുതിയ ലാബിന്റെ കെട്ടിടം പണി തീർത്തിട്ട് ഏതാണ്ട് 5 വർഷമായിട്ട് ഒരു ലാബ് തുടങ്ങാൻ പോലും സാധിച്ചിട്ടില്ല. പല പഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ യൂണിറ്റുകൾ തുടങ്ങുകയും അവിടെ ഡോക്ടർമാരുടെ മുഴുവൻ സമയ സേവനവും ഉറപ്പുവരുത്തുകയും അതോടൊപ്പം പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ 1-2 സ്ഥലങ്ങളിൽ സൗജന്യ നിരക്കിലും സൗജന്യമായും ലാബുകൾ, നമ്മുടെ ബ്ലഡും ബാക്കിയുള്ള എല്ലാ ടെസ്റ്റിംഗ് ഫെസിലിറ്റിയുള്ള ലാബുകൾ ആരംഭിക്കുകയും അതോടൊപ്പം നമ്മുടെ ഇപ്പം നടക്കുന്ന ഈ പറയുന്ന നമ്മുടെ ഹെൽത്ത് ചെക്കപ്പുകൾ അത് എല്ലാ വീടുകളിലും എത്തി വേണ്ട രീതിയിൽ ആശാവർക്കറെയും ബാക്കി ഹെൽത്ത് ഉദ്യോഗസ്ഥരെ കൂടെ കൂട്ടി എല്ലാ വീടുകളിലെയും മുഴുവൻ ആൾക്കാരുടെയും ഹെൽത്തിനും അവരുടെ ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തുവാനുള്ള നടപടികൾ BJP ഭരണസമിതി സ്വീകരിക്കുന്നതായിരിക്കും. അതോടൊപ്പം നമ്മുടെ പഞ്ചായത്തിലോട്ട് വളരെയധികം ലഹരി മാഫിയ, കഞ്ചാവ്, അതുപോലെ MDMA ഇതിന്റെ സ്വാധീനം വളരെയധികം വർദ്ധിച്ചു വരികയാണ്. ഇതിനെ തടയിടാൻ എക്സൈസുമായിട്ട് സഹകരിച്ച് സ്ഥലത്തെ ജനപ്രതിനിധികളും യുവാക്കളുടെയും കൂട്ടായ്മ രൂപീകരിക്കുകയും അതിനെ പഞ്ചായത്ത് തലത്തിൽ തന്നെ അതിനെ നിർമ്മാണം ചെയ്യാനുള്ള ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും അതോടൊപ്പം തെരുവുനായ ശല്യം പോലുള്ള നാട്ടിലെ പൊതുപ്രശ്നങ്ങൾ
ആ പൊതു പ്രശ്നങ്ങൾ പൂർണ്ണമായും സർക്കാരിന്റെയും മറ്റ് അനുബന്ധ സൊസൈറ്റികളുടെയോ അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങളുടെയോ സഹായത്തോടെ ജനങ്ങൾക്ക് ഉപദ്രവമാകുന്ന എന്ത് വസ്തുക്കളെ മാറ്റി ഉപകാരപ്രദമാകുന്ന രീതിയിലേക്ക് എത്തിക്കുവാനുള്ള നടപടികൾ ഞങ്ങൾ സ്വീകരിക്കുന്നതായിരിക്കും. ഈ വരുന്ന 9-ാം തീയതി നടക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പില് തലപ്പലം ഗ്രാമപഞ്ചായത്തിൽ മത്സരിക്കുന്ന NDയുടെ മുഴുവൻ സ്ഥാനാർത്ഥികളെയും വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്നും അതോടൊപ്പം ബ്ലോക്ക് ജില്ലാ സ്ഥാനാർത്ഥികളെയും വിജയിപ്പിക്കണമെന്നും വളരെ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു.